ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ ഒരു വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചിക്കനാണ്, ഒരു 150 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് അതിൽ കുരുമുളക് പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, ക്യാപ്സിക്കം, പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബ്രെഡ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ബട്ടറും കുറച്ച് മൈദയും കൂടിയിട്ട് അതിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഫസ്റ്റിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പച്ചക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇതിനേക്കാൾ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, അതുകൊണ്ട് ക്യാപ്സിക്കം അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് എരിവിന് നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഫില്ലിങ്ങിന്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമുക്കിതൊരു ചീസൊക്കെ ഇട്ടൊരു ഫ്ലേവർ വരുന്നു ഈ ഒരു ഫില്ലിങ്ങിന്. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു വൈറ്റ് സോസ് പോലെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മുഴുവനായിട്ട് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദമാവ് ഒരുപാടായി പോകണ്ട, ഒരു ടീസ്പൂണ് ഇത് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബട്ടറിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കാണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കളറാകുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇളം ചൂടുള്ള പാൽ 1/2 കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ഉടനെ നമുക്കൊരു കട്ട കിട്ടുന്ന പോലെ തോന്നാം, പക്ഷെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേശ്ശെ പാൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് സോസ് പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു സോസ് നമ്മുടെ ഫില്ലിങ്ങായിട്ട് മിക്സ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഫില്ലിങ്ങായിട്ട് മിക്സാക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരുപാട് സമയം മെനക്കെടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇഫ്താറൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കട്ടാക്കുക. ഇപ്പോൾ റൗണ്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്ക്വയർ പീസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാക്കി വന്ന ബ്രെഡ് പീസസ് കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്യാനും പറ്റും. അതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യാം. അതുപോലെ ഞാൻ വലിയ പീസ് ബ്രെഡാണ് എടുത്തത്. നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട്, അതെടുത്തിട്ട് സാധാ ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് തന്നെ ചെയ്യാം. ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കയ്യിലുള്ളത് കൊണ്ട് അതെടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ബ്രെഡ് ഇതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഓരോ പീസ് എടുക്കുക, അതിനുശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓരോ പീസും നമുക്ക് 2 ആക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതിന് രീതിയിൽ നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ചിട്ട് അടുത്ത പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ബ്രെഡിലേക്കായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അതിത് സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ടാണ്. നോർമൽ ബ്രെഡ് ആണെങ്കിൽ ഒരു 8-10 ബ്രെഡ് വരെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സെയിം ഫില്ലിംഗ് വെച്ചിട്ട്. അപ്പോൾ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരാം. അപ്പോൾ നമുക്കിനി കുറച്ച് ബട്ടർ ഒന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ട് തവയിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റാകുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് ചെയ്യുന്ന ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇനി ചെറിയൊരു ഡെക്കറേഷൻ പരിപാടികൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ 3 മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കൂടി ടോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇത് കുറച്ച് നേരത്തെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ 1നെ 2 ആക്കിയിട്ട് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ. എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ ആർച്ച് പോലെ വരുന്നത്, അവിടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് ഞാനിപ്പോൾ ക്യാപ്സിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിയായിരിക്കും നമ്മൾ ഇത് പ്ലേറ്റിൽ വെക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കഴിക്കാനും കെച്ചപ്പ് കൂടി വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല, ക്യാബേജ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല. ഇതുപോലെ തന്നെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇഫ്താറൊക്കെയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.